എല്ലാവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റാണ്. ടെൻഡർ ടച്ച് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദുവായ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ടച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, തൊടുക. അപ്പം മൃദുവായ തൊടൽ എന്നുള്ളതാണ് ഈ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് വരുന്നത്. ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതേപോലെ ഫസ്റ്റ് ലെസൻ്റെ ഫസ്റ്റ് പാർട്ടും നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ആദ്യം കയറി കാണാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അപ്പം ഫസ്റ്റ് ലെസണിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ആദ്യത്തെ പാർട്ടിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. സണ്ണി മോർണിംഗ് എന്ന് പറയുന്ന സെക്ഷനോട് കൂടിയാണ് നമ്മളുടെ ഫസ്റ്റ് ലെസൺ തുടങ്ങുന്നത്. ഈ ഒരു സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സഷയാണ് കേട്ടോ. അങ്ങനെ സഷ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അവളുടെ അമ്മ അവളെ ബെഡിൽ നിന്നൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരികയാണ്. അപ്പോൾ അവൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ വേഗം കിച്ചണിലേക്ക് ഓടി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ അവളുടെ അച്ഛൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അവളുടെ അമ്മേനോട് ചോദിച്ചു, അമ്മേക്കോ ഇതിൽ നിന്ന് കുറച്ചെണ്ണം ഞാൻ എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഓക്കെ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സഷ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോഴാണ് അവളുടെ ഫ്രണ്ടായിട്ടുള്ള നവീൻ അവരുടെ വീടിൻ്റെ ഗേറ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്കൂളിലേക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നവീൻ ഇവളെ വിളിക്കുകയാണ്, വേഗം വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നവീനും സഷയും കൂടെ സ്കൂളിലേക്ക് പോവാണ്. സഷയുടെ ബാഗിനകത്ത് നിന്ന് നവീന് നല്ലൊരു സ്മെല്ല് കിട്ടുകയാണ്. അപ്പോൾ നവീൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ ബാഗിലുള്ളത് എന്ന്. അപ്പോൾ സഷ പറയുന്നുണ്ട്, അതൊരു സർപ്രൈസ് ആണ് എന്ന്. അങ്ങനെ ഇവർ ക്ലാസ്സിലെത്തി. ക്ലാസ് മുറിയുടെ പുറത്തായിട്ട് ആരോ ഒന്ന് വന്ന് നിൽക്കുന്നതായിട്ട് സഷയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ സ്കൂളിൻ്റെ അവരുടെ ക്ലാസ് ഉണ്ടല്ലോ, അവരുടെ ക്ലാസ്സിലെ വിൻഡോൻ്റെ അടുത്തായിട്ടാണ് ആരോ ഒന്ന് നിൽക്കുന്നതായിട്ട് സഷയ്ക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതൊരു പെൺകുട്ടിയാണ്. അവളുടെ വസ്ത്രമൊക്കെ കീറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് കാറ്റത്ത് ഇങ്ങനെ പറത്തിയൊക്കെയാണ് നിൽക്കുന്നത്. മെസ്സി ഹെയർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടീനെ കാണുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് സഷ അവളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് ഉണ്ണിയപ്പം എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം സഷ എന്ത് ചെയ്തു, ആ ഒരു കുട്ടിക്ക് ഓഫർ ചെയ്യുകയാണ്. പക്ഷെ ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്തോ? ഇല്ല, ആ കുട്ടി അത് വാങ്ങാതെ അവൾ ഓടിപ്പോയി. അങ്ങനെ സഷയും നവീനും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ക്ലാസ്സിലിരിക്കുകയാണ്. അനുപമ ടീച്ചറാണ് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു പാട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഷ വീണ്ടും ആ ഒരു കുട്ടീനെ ഡോറിൻ്റെ അടുത്തായിട്ട് കാണുകയാണ്. അതായത് ആ ഒരു വസ്ത്രമൊക്കെ കീറി പറഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഡോറിൻ്റെ അടുത്ത് വീണ്ടും സഷ കാണുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ടീച്ചർ എല്ലാവരോടും ലിസൺ എന്ന് പറയുന്നുണ്ട്, ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടി ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് വേഗം തന്നെ ഓടിപ്പോവാണ്. അപ്പോൾ സഷ ഇങ്ങനെ വിചാരിക്കുകയാണ്, സ്വന്തം അവളിങ്ങനെ അതായത് പതിയെ ഇങ്ങനെ പറയുകയാണ്, ഒരു പക്ഷേ ആ കുട്ടിക്ക് ഞങ്ങളുടെ കൂടെ ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ സഷ ഇങ്ങനെ മർമർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ പതിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ലല്ലബായ് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്. ലല്ലബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരാട്ട് എന്നാണ് മീനിങ്. ലല്ലബി എന്നല്ല കേട്ടോ അതിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ലല്ലബായ് എന്നാണ്. അത് കറക്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആഫ്റ്റർ സ്കൂൾ സഷ ആൻഡ് നവീൻ വർ വാക്കിംഗ് ഹോം. അപ്പം സ്കൂള് കഴിഞ്ഞതിന് ശേഷം, അതായത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സഷയും നവീനും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അവർ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ അവർ ആരോ ഒന്ന് പാട്ട് പാടുന്നതായിട്ട് കേട്ടു. എന്താണ് പാട്ട്? The best of friends will understand your little trials and lend a hand. എന്താ പറയുന്നത്? നിങ്ങളുടെ
ബെസ്റ്റ് ഫ്രണ്ട്സിന് ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിചാരണ അല്ലെങ്കിൽ അഗ്നിപരീക്ഷ എന്നൊക്കെ ഉള്ളതാണ്. അതായത് ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ലെൻഡ് എ ഹാൻഡ് മീൻസ് എന്താണ്, ഒരു കൈത്താങ്ങായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, നവീൻ ഡു യു ഹിയർ ദ സോങ്, സഷ ആസ്ഡ്. അപ്പോൾ സഷ ചോദിക്കുകയാണ്, നവീൻ നീ ആ പാട്ട് കേൾക്കുന്നുണ്ടോ? That is a song our teacher taught us today, നവീൻ replied. അപ്പം നവീൻ റിപ്ലൈ ചെയ്യാണ്, മറുപടി പറഞ്ഞു. റിപ്ലൈഡ് മീൻസ് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? That is a song our teacher taught us today. Taught എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. As നമ്മളെ, today ഇന്ന് നമ്മളെ നമ്മളുടെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള പാട്ടാണത് എന്ന് ആര് പറയാണ്? നവീൻ പറയാണ്. But who is singing? പക്ഷെ ആരാണ് പാടുന്നത്? Come, let us find out. വാ നമുക്ക് നോക്കാം ആരാണ് പാട്ട് പാടുന്നത്, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാണ്. താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൂ ഡു യു തിങ്ക് വാസ് സിംഗിങ്? ആരായിരിക്കും പാട്ട് പാടുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ആരായിരിക്കും? ആ ഒരു കുട്ടി ആയിരിക്കുമോ? അവിടെ ക്ലാസ്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ 2 തവണ സഷ കണ്ട ആ കുട്ടി ഉണ്ടല്ലോ, അവളായിരിക്കുമോ? അത് കുട്ടികൾ ഗസ് ചെയ്യട്ടെ, അവരോട് ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളത് പേജ് നമ്പർ 15 ആണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ക്ലാസ് 3 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ 3ാം ക്ലാസ്സിലെ എല്ലാ ഇംഗ്ലീഷ് ലെസൺസും നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കാം. പ്ലസൻറ്റ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധുര്യമേറിയ ഒരു സർപ്രൈസ് എന്നുള്ളതാണ്. സഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ട്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരമാണ്. ഗേൾ പെൺകുട്ടി അല്ലേ. നിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത്, അരികെ എന്നൊക്കെ ഉള്ളതാണ്. സ്പോട്ടഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. അപ്പം സഷയും നവീനും ഒരു മരത്തിനരികിലായിട്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ഷീ വാസ് ക്രാഡ്ലിങ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അപ്പം ഏതാണ് ആ പെൺകുട്ടി? നമ്മൾ നേരത്തെ സ്കൂളിൽ വന്നിട്ടുള്ള ആ പെൺകുട്ടി തന്നെയാണ്. നമുക്ക് പിക്ചർ കാണുമ്പം അത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഷീ വാസ് ക്രാഡ്ലിങ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അപ്പം ക്രാഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിൽ എന്നാണ്. ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിലാട്ടുന്നതിനെയാണ് പറയുക. ആരെയാണ് തൊട്ടിലാട്ടുന്നത്? ലിറ്റിൽ ബ്രദർ, അവളുടെ ലിറ്റിൽ ബ്രദറിനെ, കുഞ്ഞനിയനെയാണ് സിംഗിങ് ദ സോങ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് എന്ത് ചെയ്യാണ് ആ ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞനിയനെ തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ക്വിക്ലി ഹാസ് ഷീ ലേൺ ദ സോങ്, നവീൻ വിസ്പേർഡ് ടു സഷ. അപ്പം ക്വിക്ലി മീൻസ് വേഗത്തിൽ അല്ലേ. എത്ര വേഗത്തിലാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു പാട്ട് പഠിച്ചെടുത്തത്? നവീൻ വിസ്പേർഡ് ടു സഷ. നവീൻ പതിയെ, വിസ്പേർഡ് മീൻസ് എന്താണ്? പതിയെ പറയുക കേട്ടോ, അല്ലെ മന്ത്രിക്കുക. പതിയെ ഇങ്ങനെ സഷേനോട് പറയാണ്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. അപ്പോൾ ആ ഒരു ഗേള് നവീനെയും സഷേനെയും കണ്ടു, ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് അവരോടൊന്ന് പുഞ്ചിരിച്ചു. ഷീ ട്രൈഡ് ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അവളെന്താണ്, തലയിൽ എണ്ണയൊന്നും വെച്ചിട്ടില്ല, അതായത് വെളിച്ചെണ്ണയോ അങ്ങനെ എണ്ണയൊന്നും തേച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെയർ വളരെ ഡ്രൈ ആണ് അല്ലേ. നമ്മൾ എണ്ണയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ഹെയർ ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാവുക, മുടിയൊക്കെ. അതെ, അപ്പോൾ അവൾ എന്താ ചെയ്യണത്? ഷീ ട്രൈ ടു കോം ഹെർ ഡ്രൈ ഹെയർ. അവളുടെ ഡ്രൈ ഹെയർ ഇങ്ങനെ കോമ്പെന്ന് പറഞ്ഞാൽ ചീപ്പ് അല്ലേ. നമ്മൾ മുടി ചീകുന്ന ചീപ്പ് എന്നുള്ള മീനിങ് ഉണ്ട്. അതേപോലെ കോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ചീകുക എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, അവളുടെ മുടി ഒന്ന് അവളുടെ ഫിംഗേഴ്സ്, വിത്ത് ഹർ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടെ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി കൈ കൊണ്ട് ഇങ്ങനെ ചീകുകയാണ്. ഓക്കെ, യു സിങ് ബ്യൂട്ടിഫുള്ളി, നവീൻ അപ്രീസിയേറ്റഡ് ഹെർ. അപ്പം നവീന് പറയാണ്, നീ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നവീൻ അപ്രീസിയേറ്റഡ് ഹെർ, അവളെ അഭിനന്ദിച്ചു. സഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. സഷയ്ക്ക് ആ ഒരു പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വുഡ് ബി സഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും സഷയുടെ ഗിഫ്റ്റ്? എന്തായിരിക്കും? കുട്ടികളൊന്ന് ഗസ് ചെയ്യട്ടെ കേട്ടോ, അവരോട് ചോദിക്കാം. ദ ഗിഫ്റ്റ്, സഷ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പോൾ സഷ അവളുടെ ബാഗ് തുറന്നു, എന്നിട്ട് ടുക്ക് ഔട്ട് എ ബുക്ക്, ഒരു ബുക്ക് പുറത്തേക്ക് എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്തായിരുന്നു? ഒരു പിക്ചർ സ്റ്റോറി ബുക്ക്. അതായത് അതിൽ കൂടുതലും പടങ്ങളായിരിക്കും, ചിത്രങ്ങളായിരിക്കും ഉണ്ടാവുക. ചിത്രം കണ്ടിട്ട് തന്നെ ഓൾമോസ്റ്റ് സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പിക്ചർ സ്റ്റോറി ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതൊരു പിക്ചർ സ്റ്റോറി ബുക്ക് ആയിരുന്നു. ഹിയർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇത് നിനക്കുള്ള ഗിഫ്റ്റാണെന്ന് പറയാണ്. സഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ.
സഷ അത് അവൾക്ക് കൊടുത്തു. ദ ഗേൾ വൈപ്ഡ് ഹർ ഹാൻഡ്സ് ഓൺ ഹർ സ്കേർട്ട്. അവളുടെ കൈ അത്ര വൃത്തിയുള്ളതായിരുന്നില്ല, അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പാവാട അല്ലേ, പാവാടയിൽ അവളുടെ കൈകൾ വൈപ്പ് ചെയ്തു എന്ന് വെച്ചാൽ തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ആ ഒരു ബുക്ക് വാങ്ങി, വിത്ത് എ സ്മൈൽ, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി. കവിത, ഹു വാസ് ദെയർ, ഹർ മദർ കോൾഡ് ഔട്ട്. അപ്പോൾ അവളുടെ അമ്മ കോൾഡ് ഔട്ട് മീൻസ് ഉറക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്, കവിത ഹു ഇസ് ദർ, കവിത ആരാണ് അവിടെ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്, ആരാ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ പേര് നമുക്ക് മനസ്സിലായില്ലേ, എന്താണ്, കവിത എന്നാണ് പേര്. ലെറ്റ് us go. നവീൻ ഹറിഡ് ഹിയറിങ് ദ വോയിസ്. അപ്പം നവീൻ ഈ ഒരു കവിതയുടെ അമ്മയുടെ വോയിസ്, ആരാണ് അവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നില്ലേ, ആ ഒരു വോയിസ് കേട്ടപ്പം നവീൻ ഇങ്ങനെ പറയാണ്, വാ നമുക്ക് പോകാമെന്ന് തിരക്ക് കൂട്ടുകയാണ്. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ, സഷ സജസ്റ്റഡ്. അപ്പോൾ സഷ പറയുകയാണ്, നമുക്ക് അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറയാം. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് ഹർ. എനിക്ക് തോന്നുന്നു ഷീ വിൽ ഹെൽപ്പ് ഹർ. അനു ടീച്ചർക്ക് കവിതേനെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. സഷ സജസ്റ്റഡ്. സഷ നിർദ്ദേശിച്ചു. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? അപ്പോൾ ഈ ഒരു കവിതേനെ അനു ടീച്ചർ ഹെൽപ്പ് ചെയ്യുമോ, ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. അത് കുട്ടികളോട് ചോദിക്കുക, അവർ ആൻസർ ചെയ്യട്ടെ കേട്ടോ. ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ടുഡേ ഇന്ന് വി ഹാവ് എ ന്യൂ ഫ്രണ്ട്, നമുക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ അവേ. അവൾ ഇവിടെ നിന്നുള്ള ആളല്ല, വളരെ ഫാർ അവേ എന്ന് പറഞ്ഞാൽ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ആണ് അവൾ വരുന്നത്. ലെറ്റ് us വെൽക്കം ഹെർ. നമുക്ക് അവളെ വെൽക്കം ചെയ്യാം, അതായത് സ്വാഗതം ചെയ്യാം എന്ന് പറയുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അപ്പോൾ സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പരിചയപ്പെടുത്തുകയാണ്. ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അപ്പോൾ അവൾ മുന്നോട്ട് വന്നത് എങ്ങനെയാണ്, സ്കൂൾ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ആ കീറിയ വസ്ത്രമൊന്നും അല്ല, അവൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട്, അതായത് യൂണിഫോം ധരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അവൾ എല്ലാവരെയും നോക്കി ഒരു ഊഷ്മളമായ ചിരി, സന്തോഷത്തോടു കൂടി ചിരിച്ചു എല്ലാവരെയും നോക്കി. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. ഹെഡ് മാസ്റ്റർ കവിതയുടെ പാരൻസിനെ, മാതാപിതാക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാ കുട്ടികളും ക്ലാപ്ഡ് മീൻസ് എന്താണ്, കൈയടിച്ചു. ഐ കൺഗ്രാറ്റുലേറ്റ് സഷ ആൻഡ് നവീൻ, ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. അപ്പം സഷേനെയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ്. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ അസ്. അവരാണ് കവിതയെ എന്താണ് ഈ ഒരു സ്കൂളിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ, നമ്മളോടൊപ്പം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പഠിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് തുറന്നു കൊടുത്തത് ആരാണ്, സഷയും നവീനും ആണല്ലേ, അവരുടെ ഇടപെടലാണ്. സഷ, നവീൻ പ്ലീസ് കം ടു ദ ഡേയ്സ്. അപ്പം സഷേനെയും നവീനെയും സ്റ്റേജിലേക്ക്, അതായത് ഡേയ്സ് മീൻസ് ഇവിടെ വേദി എന്നുള്ളതാണ്. ഓക്കെ, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ പിക്ചർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അസംബ്ലിയിൽ കുട്ടികളൊക്കെ താഴെ നിൽക്കുന്നുണ്ട്, കുറച്ച് ഉയർന്ന് നിൽക്കുന്ന ഭാഗം സ്റ്റേജ് അല്ലേ, ആ ഒരു വേദി, അതിനാണ് ഡേയ്സ് എന്ന് പറയുക. അപ്പം ഈ ഡേയ്സിലേക്ക്, വേദിയിലേക്ക് വരാൻ വേണ്ടി പറയാണ് സഷേനോടും നവീനോടും. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ്ഡ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ക്ലാപ്പിംഗ് ഹാൻഡ്സ് മീൻസ് എന്താണ്, കൈകൾ കൊട്ടിക്കൊണ്ട് ആ ഒരു ഹെഡ് മാസ്റ്റർ ഈ കുട്ടികളെ എൻകറേജ് ചെയ്യുകയാണ്. ഓക്കെ, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്ലാപ്പ് ചെയ്ത് സ്വീകരിക്കുകയാണ് വേദിയിലേക്ക്. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സഷ ആൻഡ് നവീൻ ടു ദ ഡേയ്സ്? അപ്പം എന്തുകൊണ്ടാണ് സഷേനെയും അതേപോലെ നവീനെയും ഹെഡ് മാസ്റ്റർ വേദിയിലേക്ക് ക്ഷണിച്ചത് എന്നാണ് ചോദ്യം. ആൻസർ ചെയ്യട്ടെ കുട്ടികൾ. ഇത്രയും സ്റ്റോറി വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതിൻ്റെ സർപ്രൈസ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ അറിയാം, എന്തിനായിരിക്കും കറക്റ്റ് റീസൺ നമുക്ക് മനസ്സിലാവും. ടിയേഴ്സ് ഓഫ് ജോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദാശ്രു, സന്തോഷത്തിൻ്റെ കണ്ണുനീർ എന്നുള്ളതാണ്. സഷ ആൻഡ് നവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. സഷയും നവീനും എന്ത് ചെയ്തു, സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്താണ്, അവരാണ് ഈ ഒരു കവിത ഇപ്പോൾ സ്റ്റേജിൽ വന്ന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്, അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം എഗെയിൻ. അപ്ലോഡഡ് മീൻസ് കൈയടിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ കുട്ടികളും വീണ്ടും കൈയടിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സഷ ആൻഡ് നവീൻ. കവിത സഷേനെയും അതേപോലെ തന്നെ നവീനെയും നോക്കി. ഹർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി എന്നുള്ളതാണ്. ബ്രൈറ്റൻ മീൻസ് തിളങ്ങുക. അപ്പം അവളുടെ കണ്ണുകൾ അവരോടുള്ള നന്ദി കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്നുണ്ടായിരുന്നു, നന്ദി അവരോടുള്ള ആ ഒരു
ഇഷ്ടവും നന്ദിയും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവറി മൈൻഡ്. എല്ലാവരുടെയും മനസ്സിൽ അനു ടീച്ചറുടെ ആ ഒരു സോങ് ഉണ്ടല്ലോ അതിങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ്. എന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഉണ്ടല്ലോ, സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ്. ഗീവ് ഓൾ ദ ലവ് എ ഹാർട്ട് ക്യാൻ ഹോൾഡ്. ഒരു ഹൃദയത്തിന് വഹിക്കാൻ പറ്റുന്ന എത്ര വഹിക്കാൻ പറ്റുമോ അത്രയും സ്നേഹം അവർ നൽകും എന്നാണ് പറയുന്നത്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അനുപമ ടീച്ചർ മുന്നോട്ട് വന്നു എന്നിട്ട് കവിതയെ ഹഗ് ചെയ്തു പറഞ്ഞാൽ എന്താണ്, കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക അല്ലേ. ദ ഗേൾ സ്മൈൽഡ്. ആ ഒരു കുട്ടി എന്ത് ചെയ്തു, പെൺകുട്ടി ചിരിച്ചു. A tiny drop of tear glittered in the corner of her eyes. Tiny means small. Drop എന്ന് പറഞ്ഞാൽ എന്താണ്, തുള്ളി അല്ലേ. ഓഫ് ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. അപ്പോൾ ചെറിയൊരു കണ്ണുനീർ തുള്ളി ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹർ ഐസ്. കോർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂല. അപ്പം അവളുടെ കണ്ണിൻ്റെ ഒരു മൂലയിലായിട്ട് ചെറിയൊരു കണ്ണുനീർ തുള്ളി ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് എന്താണ്, ആനന്ദാശ്രുവാണ്. അവൾ സന്തോഷം കൊണ്ടുള്ള അവളുടെ കണ്ണുനീരാണ് കേട്ടോ, അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. വൈ ഡിഡ് കവിത സ്മൈൽ? എന്തിനാണ് കവിത ചിരിച്ചത്? എന്തിനാണ്? അവൾക്ക് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അവൾ 2 തവണ സ്കൂളിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ടല്ലേ. അപ്പം അവൾക്കും എല്ലാവരെയും പോലെ യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാക്ഷാത്കരിച്ചു അല്ലേ. ആ ഒരു ആഗ്രഹം അവൾക്ക് സഫലീകരിക്കാൻ കഴിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുഞ്ചിരിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു ലെസൺ ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.